ഞാൻ പറഞ്ഞത് CPIMൻ്റെ ബ്രാഞ്ച് കമ്മിറ്റി മെമ്പർഷിപ്പ് നമ്മൾ കൊടുക്കുന്നത് ആദ്യം ഗ്രൂപ്പ് മെമ്പർഷിപ്പിൽ വന്ന് 1 വർഷം പ്രവർത്തിച്ച് പിന്നീട് തെറ്റുകുറ്റങ്ങളൊന്നും ഇല്ല എങ്കിൽ സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് അദ്ദേഹത്തെ പുതുക്കി കൊടുത്തു. പിന്നീട് 3-ാം വർഷമാണ് പൂർണ്ണ പാർട്ടി അംഗമായി. ഞാനടക്കം CPIMൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന എല്ലാവരും അങ്ങനെയാണ് വരുന്നത്. ഈ മിനിമം പ്രവർത്തനം വഴി വന്നിട്ടുള്ള ഏതെങ്കിലും ഒരു CPM നേതാവ് BJPയിലേക്ക് നേരിട്ട് പോയതായി ഏതോ ഒരു വിശ്വേശ്വരൻ പിള്ള എന്നൊക്കെ പറഞ്ഞു. എനിക്ക് മനസ്സിലായിട്ടില്ല ആരാന്നുള്ളത്. അദ്ദേഹം അങ്ങ് വിശദീകരിക്കുകയാണെങ്കിൽ അതല്ല ഞാൻ സംസ്ഥാന കമ്മിറ്റി ഓഫീസില്ല, സംസ്ഥാന കമ്മിറ്റി ഇല്ല. പിന്നെ ഞാൻ കണ്ണന്താനത്തെ മാത്രം പറഞ്ഞെന്ന് പറഞ്ഞു. അല്ല ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയും. തുടക്കം തൊട്ട് ഞാൻ അങ്ങേ വെല്ലുവിളിച്ചല്ലോ. ഞാൻ അങ്ങയോട് തുടക്കം തൊട്ട് ചോദിക്കുന്ന ചോദ്യത്തിന് ഡയറക്റ്റ് ആണ്. എന്റെ അവസരം നിർത്തിവെച്ചിട്ട് അങ്ങേലേക്ക് വന്നതാണ്. ചോദിച്ചു ഒരെണ്ണത്തിന് പോലും ഉത്തരം. ആരിഫ് CAA-യുമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ സംസാരിച്ചു. അത് പറയൂ. നിങ്ങൾ അങ്ങോട്ട് എല്ലാരും ഗൂഗിളിൽ സെർച്ച് ചെയ്തോണ്ടിരിക്കുക. കിട്ടിയ ആർക്കെങ്കിലും ഞാൻ പറയുന്നത് വിശ്വേശ്വരൻ പിള്ള ആരാ? ഞാൻ ചോദിച്ച 10 ചോദ്യത്തിന് ഉത്തരവില്ല. ഞാൻ ചോദിച്ച 10 ചോദ്യത്തിന് ഉത്തരവില്ല. ഏതാണ്? വിശ്വനാഥ മേനോനോ വിശ്വേശ്വരൻ പിള്ളയോ? ഇല്ല പിള്ളയാണോ മേനോനാണോ? നിങ്ങൾ പിള്ളയാണ് ഞാൻ പറഞ്ഞത്. വിശ്വനാഥൻ പിള്ള നിങ്ങളുടെ മുൻ മന്ത്രി വിശ്വനാഥൻ പിള്ള എന്നാണ് ഞാൻ പറഞ്ഞത്. വിശ്വേശ്വരൻ പിള്ള എന്നാ കേട്ടത്. അല്ല, ഓൺ റെക്കോർഡാണല്ലോ, ചെക്ക് ചെയ്യൂ. ഓൺ റെക്കോർഡാണല്ലോ, ചെക്ക് ചെയ്തോളൂ. അല്ലല്ല, നിങ്ങളുടെ ആരിഫിന്റെ പ്രസംഗം ഒന്ന് കേൾപ്പിക്കണേ. ആരിഫിന്റെ പ്രസംഗം കേൾപ്പിക്കണം. ഞങ്ങളുടെ കൂടെ ആളുകൾ വരും. അതിന് ഇവര് തമ്മിൽ തർക്കിച്ചിട്ട് കാര്യമുണ്ട്. ഞങ്ങൾ ആളുകളെ സ്വീകരിക്കും. തോമസ് ചാഴിക്കാടനെ ഞങ്ങളുടെ കൂട്ടത്തിൽ കൊണ്ടുവരാൻ ഞങ്ങൾ ശ്രമിക്കും. അതിനകത്തൊരു സംശയവും വേണ്ട. തോമസ് ചാഴിക്കാടനും ജോസ് കെ മാണിയും രാഷ്ട്രീയ നയസമീപനങ്ങളിൽ മാറ്റി ഞങ്ങളുടെ കൂടെ വന്നാൽ ഞങ്ങൾ സ്വീകരിക്കും. PC തോമസിന് കേരള കോൺഗ്രസ്സുകാർ മനസ്സിലാക്കണം. PC തോമസ് എന്ന് പറയുന്ന നേതാവ് PC തോമസ് ഫ്രാൻസിസ് ജോർജ് എവിടെയായിരുന്നു? തോമസ് ചാഴിക്കാടൻ കഴിഞ്ഞ പ്രാവശ്യം എവിടെയായിരുന്നു? തോമസ് ചാഴിക്കാടൻ കഴിഞ്ഞ പ്രാവശ്യം എവിടെയായിരുന്നു? ഫ്രാൻസിസ് ജോർജ് കഴിഞ്ഞ പ്രാവശ്യം എവിടെയായിരുന്നു? അത് തന്നെ ചോദിച്ചത്. കഴിഞ്ഞ വർഷം എവിടെയായിരുന്നു? കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം വാസവൻ ചേട്ടന് വേണ്ടിയല്ലേ വാദിച്ചത്? അന്ന് തോമസ് ചാഴിക്കാടനല്ലാതെ എതിര്. അന്ന് വാസവൻ ചേട്ടനല്ലാഞ്ഞ നമ്മുടെ എതിർ സ്ഥാനാർത്ഥി LDF-ന്റെ സ്ഥാനാർത്ഥി